മലയ്ക്ക് പോകുമ്പോൾ വ്രതമെടുക്കുന്ന വ്യക്തികൾക്ക് മറ്റേതെങ്കിലും അമ്പലത്തിൽ പോയി തൊഴാൻ പാടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ മാത്രമേ പോകാൻ പാടുള്ളൂ, ഇങ്ങനെയൊക്കെ പല സംശയങ്ങളുമുണ്ട്. അപ്പോൾ ഏത് അമ്പലത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. മാലയിട്ട് വ്രതമെടുക്കുന്ന വ്യക്തിക്ക് ഏത് അമ്പലത്തിൽ വേണമെങ്കിലും പോകാം, അല്ലെങ്കിൽ ഏത് അമ്പലത്തിൽ വേണമെങ്കിലും പോയി മാലയിടാം, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യും, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് കുടുംബക്ഷേത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നിത്യവും കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കാം, പരദേവതാ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാം, നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാം, നിങ്ങളുടെ വീടിനടുത്തുള്ള നിങ്ങളുടെ ഗ്രാമദേവത ആരാണോ ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഏത് അമ്പലത്തിൽ വേണമെങ്കിലും പോയി പ്രാർത്ഥിക്കാം. സാധാരണ മലയ്ക്ക് പോകുമ്പോഴേക്കും നമ്മൾ പോകുന്ന വഴിക്കുള്ള അമ്പലങ്ങളെല്ലാം കയറുന്നുണ്ട്, അല്ലാതെ നമ്മൾ എരുമേലി വഴി പോകുമ്പോഴേക്കും അവിടെയുള്ള എല്ലാ അമ്പലങ്ങളും കയറി തൊഴുത് പ്രാർത്ഥിച്ച് പുഷ്പാഞ്ജലിയെല്ലാം എടുത്താണ് നമ്മൾ മലയ്ക്ക് പോകുന്നത്. അതുകൊണ്ട് വേറെ അമ്പലത്തിൽ പോകാൻ പാടില്ല. ചില സ്വാമിമാർ അങ്ങനെ പറയാറുണ്ട്, അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ഏത് അമ്പലത്തിൽ വേണമെങ്കിൽ നമുക്ക് പോകാം, പ്രാർത്ഥിക്കാം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. നാലാമതായിട്ട് വ്രതമെടുക്കുന്നവർ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ